ഗുഡ് മോർണിംഗ് എവ്രി വൺ. ആഹാ മോർണിംഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് മീ ആർ നിതിൻ രാജ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആഹാ FM. ഒരു ഡേ തുടങ്ങുമ്പോൾ തന്നെ ഹൗ ഇസ് ദ ഡേ എന്ന് ചോദിക്കുന്ന കാര്യം എങ്ങനെയാണെങ്കിലും മേക്ക് ഇറ്റ് റിയലി സ്പെഷ്യൽ ആൻഡ് ദാറ്റ്സ് മൈ പ്രോമിസ് കേട്ടോ. ഇന്നത്തെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാണ്? ഞാൻ റോസി. ഹായ് റോസി. റോസി എവിടെ നിന്നാണ്? ഞാൻ ടൊറോണ്ടോ. ഞാൻ എന്നും ട്രൈ ചെയ്യും, ബട്ട് ലൈൻ കിട്ടാറില്ല. ഇപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, പ്രത്യേകിച്ച് ഇന്ന് തന്നെ കിട്ടിയതിൽ ഞാൻ ഡബിൾ ഹാപ്പിയാണ്. അതെന്താ ഇന്ന് പ്രത്യേകത? ഇന്ന് ഞങ്ങളുടെ 7th വെഡിങ് ആനിവേഴ്സറിയാണ്. Wow, super congratulations Mr. റോബർട്ട്, ഡോക്ടർ റോബർട്ട് സൈക്കാട്രിസ്റ്റ് ആണ്. What a surprise. ടൊറന്റോയിലെ നമ്പർ 1 സൈക്കാട്രിസ്റ്റ് ഡോക്ടർ റോബർട്ട് ഫിലിപ്പിന്റെ വൈഫിനോടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റോബർട്ട് സാറിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങൾ 2-3 തവണ ശ്രമിച്ചിരുന്നു. എപ്പോഴും ബിസിയാണെന്ന് പറഞ്ഞ് സാർ ഞങ്ങളെ നൈസായി ഒഴിവാക്കി. മാഡം പറഞ്ഞത് സെറ്റാക്കണം. ഞാൻ പറയാം. പിന്നെ റോബർട്ട് ഈ പ്രോഗ്രാമിന്റെ സ്ഥിരം പ്രേക്ഷകനാണ്. നിങ്ങൾ ഈ താങ്ക് യു മാഡം. താങ്ക് യു. അപ്പോൾ അടുത്ത തവണ ഞങ്ങൾക്ക് ഡോക്ടർ റോബർട്ടിന്റെ ഇന്റർവ്യൂ കിട്ടുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. പുലർമഴയിൽ ആർദ്രമാ ഹൃദയം. എത്ര രജിസ്ട്രേഷൻ ഉണ്ടെന്ന്? ഫൈൻ. അത് നമുക്ക് 13 ബുധനാഴ്ച ആഫ്റ്റർനൂൺ നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം. ജസ്റ്റ് ഒരു പേഴ്സണൽ എമർജൻസി കോട്ട് ചെയ്ത് മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് നാളെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. പക്ഷേ ഓക്കെ, ഡിലേ ആക്കണ്ട. ഫൈൻ. That's it. Nothing urgent, right? Yeah. Thank you. Thank you very much. Okay, bye. Okay. Yeah. ഇറങ്ങിയായിരുന്നോ? ഞാനിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. എന്തെങ്കിലും മേടിച്ചോണ്ട് വരണോ? അതൊന്നും വേണ്ട. ഇച്ചായുടെ ഫേവറേറ്റ് റെസ്റ്റോറന്റിൽ നിന്നേ ഞാൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരിങ്ങോട്ട് ഡെലിവറി ചെയ്യുന്നേ. മോളെ സൂക്ഷിച്ച്. ഇച്ചായ ഇങ്ങോട്ട് വേഗം വാ. ശരി. ഇതിനകത്ത് ചെറിയ എന്തിയാ ഫുഡ് വന്നു തോന്നുന്നു. ഫുഡ് നമുക്ക് ഇത് പിന്നെ കഴിക്കാം. ഓക്കെ, ശരി. അല്ല, വെഡിങ് ആനിവേഴ്സറി എനിക്കുള്ള ഗിഫ്റ്റ് എവിടെ? നിനക്ക് എന്തിനാണ് ഈ
ഞാൻ തന്നെ ഗിഫ്റ്റ് അല്ലേ അങ്ങനെയൊക്കെ ചോദിച്ച അതിലെനിക്ക് അത്ര വിശ്വാസമൊന്നും പോരാ. ഞാൻ ഗിഫ്റ്റ് അല്ലേ വെഡിങ് ആനിവേഴ്സറി ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരനെ ഡോക്ടർ സാമിൻ വെക്കേഷൻ പോയി വന്നു. ഇനി 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം വരത്തും. ഞാൻ നോക്കിയിരുന്നു. എന്തായാലും ഇപ്പൊ ഉള്ളതിനെ കണ്ടിന്യൂ ചെയ്തേക്ക്. ബാക്കി ഡോക്ടർ സാം തന്നെ പറയും. ഓക്കെ? പക്ഷെ സാർ, ഡോക്ടർ സാമിന്റെ ക്ലിനിക്ക് ക്ലോസ്ഡ് ആണ്. സാറിന് അറിയാലോ, ഇതിൽ മെഡിസിൻസ് വേറെ എവിടെയും കിട്ടില്ല. രാത്രി ഉറങ്ങാൻ പറ്റില്ല. 2 ആഴ്ചത്തേക്കുള്ള മെഡിക്കേഷൻ സാം ഡോക്ടർ തിരിച്ചു വന്നാ ഞാൻ തേച്ച് പോയി കണ്ടോളാം. എന്റെ തലയൊക്കെ പൊട്ടി പൊളിയും സാർ. രാത്രി എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാർ. എന്തായാലും 2 വീക്സിലുള്ള മെഡിക്കേഷൻസ് അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ സ്ഥിരം ഫാർമസി തന്നെ. For the problem, it's not problem. ഒരു കാര്യം ചെയ്യണം, പക്ഷെ മറക്കരുത്, സാമിന്റെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും കാണിക്കുക. താങ്ക് യു സാർ. ഷുവർ സാർ. താങ്ക് യു. ഹലോ, ആരാ ഇത്? റോബർട്ടേ, പറഞ്ഞോ, എന്തുണ്ട് വിശേഷം? ഹലോ മാൻ, where are you? Long time. ഒരുപാട് റഫേഴ്സ് വന്നിട്ട് നീ വെക്കേഷൻ എന്നാണ് കംപ്ലൈൻസ്. എവിടെയാണ് നീ ഇടയ്ക്കിടയ്ക്ക് മുങ്ങണ? അങ്ങനെയല്ലോ നിന്റെ പേഷ്യൻസ് പറയുന്നത്. ഏത് പേഷ്യന്റ് റോബർട്ടി പറയുന്നേ? One Mr. John. ഓ മൈ ഗോഡ്, ആ ജോൺ അവിടെയും വന്നു. ഓ റോബർട്ടേ, ഈ ജോണിന്റെ കഥ പറയാനാണെങ്കിലേ ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ്ട്രീം റിച്ച് ഫാമിലിയാണ്. അപ്പോൾ ആ പാരൻസ് ആ പണം ഉണ്ടാക്കാനുള്ള തിരക്കിൻ്റെ ഇടയിൽ ഈ ഒരു ടീനേജ് ലെവലിലുള്ള ഈ പയ്യനെ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ ആ പയ്യന് ചൂസ് ചെയ്യുന്ന വഴികളുണ്ടല്ലോ, അതിനകത്ത് അവൻ ചൂസ് ചെയ്ത റോങ് ഫ്രണ്ട്ഷിപ്പാണ് അവനിപ്പോൾ ഈ ഒരു അഡിക്റ്റായി മാറിയത്. സാധാരണ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന കേസ് അല്ലെങ്കിൽ ആൾക്കാർക്കൊന്നും സമയമില്ല, ആരും സ്നേഹിക്കാനില്ല. സിമ്പിൾ കേസാണ്. ആക്ച്വലി ഇവൻ ആ ഒരു അഡിക്റ്റ് ആയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വരുന്നത് തന്നെ. ഈ ഡ്രഗ് അഡിക്റ്റ് ആയതിനു ശേഷമാണ് എൻ്റെ അടുത്ത് വരുന്നത്. അന്ന് ഞാനത് ട്രീറ്റ് ചെയ്ത് മരുന്നെല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ടു. പക്ഷെ ഇപ്പം എന്താണ്, നോ അല്ല ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു ദിവസം ഒരു ഇന്റർസെക്ഷനിൽ വെച്ചിട്ട് ഒരു ഡ്രഗ് ആഡിക്ട്സ് കൂടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇവനെ കണ്ടു റീസെൻ്റ്ലി. ഈ ക്രാക്ക് കൊക്കൈനൊക്കെ അടിച്ചിട്ട് ഒരുമാതിരി വിയേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കാണിക്കത്തില്ലേ, അതുപോലെ ഒരു സിറ്റുവേഷൻ ഇവനെ കാണുകയും ചെയ്തു. ശരി, അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അവൻ്റെ മെഡിസിൻസും ക്യാൻസൽ ചെയ്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. Oh, that's the case. Okay, sir, I will call you back. Keep in touch, okay? Yeah, sure. Robert speaking. Yeah, I sent a request just now. Mr. John. Yeah. Can you cancel that?
വാട്ട് യു തിങ്ക്? ഐ ആം എ ഫൂൾ? നിനക്കെന്നെ കണ്ട ഒരു പൊട്ടനാണെന്ന് തോന്നുന്നുണ്ടോ?